നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കും. വിവാദമായ പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസ് പിൻവലിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭേദഗതി റദ്ദാക്കാനുള്ള പുതിയ ഓർഡിനൻസ് ഗവർണർക്ക് അയക്കും. നിയമ ഭേദഗതി പിൻവലിക്കാത്തതിനെതിരെ കടുത്ത എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പോലീസ് നിയമ ഭേദഗതി പിൻവലിക്കാൻ തീരുമാനിച്ചത് പാർട്ടി ചർച്ച ചെയ്തെന്ന് CPM PB അംഗം MA ബേബി. വിമർശനമുണ്ടാകുന്ന വിധത്തിൽ ഭേദഗതി കൊണ്ടുവന്നത് പോരായ്മയാണ്. എത്ര ആലോചിച്ചാലും ചില പോരായ്മകൾ ഉണ്ടാകാമെന്ന് വ്യക്തമായി. എങ്ങനെ വിവാദങ്ങൾ ഒഴിവാക്കാമെന്ന് ഇനി ചർച്ച ചെയ്യുമെന്നും MA ബേബി. പോലീസ് ആക്ടിൽ തുടർ നടപടിയില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും RSP നേതാവ് ഷിബു ബേബി ജോണും സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജികൾ ഹൈക്കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസ് പ്രകാരമുള്ള പരാതികളിൽ തിടുക്കപ്പെട്ട് നടപടിയെടുക്കരുതെന്ന് DGPയുടെ നിർദ്ദേശം. പരാതികൾ വന്നാൽ ലീഗൽ സെല്ലിനെയോ പോലീസ് ആസ്ഥാനത്തോ ബന്ധപ്പെടണമെന്ന് പോലീസ് മേധാവി. ഓർഡിനൻസ് പിൻവലിച്ചത് നന്നായെന്ന് കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കൻ. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിൽ കേരളം നാണം കെടേണ്ടി വന്നേനെയെന്നും വാഴക്കൻ. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിന്റെ ഒത്താശയുണ്ടെന്ന് സ്വപ്നയുടെ മൊഴി ലഭിച്ചെന്ന് കസ്റ്റംസ്. സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ശിവശങ്കറിന് വ്യക്തമായി അറിയാം. കൂടുതൽ പേരുടെ പങ്ക് അന്വേഷിക്കണം. ശിവശങ്കറിനെ 10 ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. കസ്റ്റംസ് നൽകിയ അപേക്ഷയിലാണ് ഇക്കാര്യമുള്ളത്. സ്വർണ്ണക്കടത്ത് കേസിൽ M ശിവശങ്കറിന്റെ അറസ്റ്റ് കസ്റ്റംസ് രേഖപ്പെടുത്തി. കാക്കനാട് ജില്ലാ ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കസ്റ്റംസ് സൂപ്രണ്ട് V വിവേകാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഗ്രീൻ ബോണ്ടിൽ IFCയുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും ഇതിൽ രഹസ്യങ്ങളില്ലെന്നും ധനമന്ത്രി തോമസ് ഐസക്. IFC വായ്പ വിദേശ വായ്പയല്ല, ഇന്ത്യൻ രൂപയിലാണ് വായ്പ അനുവദിക്കുന്നതെന്നും അതിനാൽ RBIയുടെ മുൻകൂർ അനുമതി വേണ്ടെന്നും ധനമന്ത്രി. CAG റിപ്പോർട്ട് വിവാദത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ നീക്കങ്ങളിൽ സ്പീക്കർ P ശ്രീരാമകൃഷ്ണന് അതൃപ്തിയെന്ന സൂചന. സഭയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു എന്നാണ് വിലയിരുത്തൽ. സ്പീക്കർ ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയേക്കും. അവകാശ ലംഘനം എന്ന പ്രതിപക്ഷ വാദം അംഗീകരിച്ചാൽ സർക്കാരിന് തിരിച്ചടിയാകും. സിൽവർ ലൈൻ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് സ്പ്രിംഗ്ലർ മാതൃകയിൽ തട്ടിപ്പ് ലക്ഷ്യമിട്ടെന്ന പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമില്ലാതെയാണ് പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്നത്. കെ-റെയിൽ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അഴിമതിക്ക് കളമൊരുക്കാനെന്ന് പ്രതിപക്ഷ നേതാവ്. ED കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ ബിനീഷ് കോടിയേരി നൽകിയ അപേക്ഷ തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ചല്ല കേസെടുത്തതെന്നും അതിനാൽ കേസ് അസാധുവാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് റിട്ട് പെറ്റീഷൻ നൽകിയത്. നിലവിൽ ED കേസിൽ റിമാൻഡിലാണ് ബിനീഷ്. ജാമ്യാപേക്ഷയിൽ ബംഗളൂരു സിറ്റി സെഷൻസ് കോടതി ഇന്ന് ഉച്ചയ്ക്ക് തുടർവാദം കേൾക്കും. ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരം മരുതൻകുഴിയിലെ വീട് കണ്ടുകെട്ടുന്നതിന് നിയമ തടസ്സമില്ല എന്ന് ED. അറസ്റ്റ് ചെയ്യുന്നതിന് 6 വർഷത്തിനുള്ളിൽ വാങ്ങിയ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കഴിയുമെന്നാണ് EDയുടെ വാദം. ബിനീഷിന്റെയും ഭാര്യയുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഊർജിതമാക്കിയിരുന്നു. ബിനീഷിന്റെ ബനാമികൾ എന്ന് കരുതുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ED. ടോറസ് റെമഡീസ് ഉടമ ആനന്ദ് പത്മനാഭനെ ഇന്നലെ രാത്രി 9 വരെ ED ചോദ്യം ചെയ്തു. ടോറസ് റെമഡീസ്, ഓൾഡ് കോഫി ഹൌസ് എന്നീ സ്ഥാപനങ്ങളിൽ ബിനീഷിന്റെ സാമ്പത്തിക പങ്കാളിത്തം ആണ് ആരാഞ്ഞത്. കാർ പാലസ് ഉടമ അബ്ദുൾ ലത്തീഫിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും സൂചന. കോഴിക്കോട് MP MK രാഘവനെതിരെ വിജിലൻസ് കേസ്. കൈക്കൂലി ആരോപണത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധിക തുക ചെലവഴിച്ചതിലുമാണ് അന്വേഷണം. കൈക്കൂലി കേസിൽ അന്വേഷണത്തിന് ലോക്സഭാ സ്പീക്കറുടെ അനുമതി ആവശ്യമില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബാർക്കോഴ കേസിൽ ചെന്നിത്തലയുടെ വാദങ്ങൾ പൊളിയുന്നു. തനിക്കെതിരെ അന്വേഷണം നടന്നു എന്ന ചെന്നിത്തലയുടെ വാദം തെറ്റ്. ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയിൽ ചെന്നിത്തലയുടെ പേരില്ല. മൊഴിയിൽ K ബാബുവിന്റെയും VS ശിവകുമാറിന്റെയും പേരുകൾ മാത്രം. ബാർക്കോഴ അന്വേഷണത്തിൽ ഗവർണർ തീരുമാനിക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല. അന്വേഷണത്തിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമെന്ന് കത്തിൽ വ്യക്തമാക്കി. ആരോപണത്തെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചുവെന്നും രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണം വ്യംഗ്യമായി ഉന്നയിക്കുകയല്ല വേണ്ടത്, സത്യമെങ്കിൽ തെളിയിക്കണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. താൻ അധ്യക്ഷനായിരിക്കുന്ന കാലത്തോളം ഒരു ബാർ മുതലാളിയെയും KPCC ഓഫീസിന് മുന്നിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് മുല്ലപ്പള്ളി. ബാർക്കോഴ കേസിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടതാണെങ്കിൽ അന്വേഷിക്കുമെന്ന് സുരേന്ദ്രൻ.
വിജിലൻസ് രാഷ്ട്രീയക്കാരുടെ ഭാവിയാണ്. കേസ് അട്ടിമറിച്ചതിൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എന്ത് ഗുണമുണ്ടായി എന്ന് അന്വേഷിക്കണമെന്നും ബിജെപി സംസ്ഥാന പ്രസിഡന്റ്. ഇബ്രാഹിം കുഞ്ഞിനെ ഉടൻ വിജിലൻസ് കസ്റ്റഡിയിൽ വിടാനാകില്ല എന്ന് കോടതി. കസ്റ്റഡിയിൽ വിടാവുന്ന ആരോഗ്യസ്ഥിതിയില്ല. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുമെന്നും വിജിലൻസ് കോടതി. ഇബ്രാഹിം കുഞ്ഞിന് തുടർ ചികിത്സ വേണമെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. അർബുദത്തിന് ചികിത്സയിൽ തുടരുന്ന ഇബ്രാഹിം കുഞ്ഞ് 33 തവണ ലേക്ക് ഷോർ ആശുപത്രിയിൽ പരിശോധന നടത്തിയിരുന്നു. ഡിസംബർ 3 വീണ്ടും കീമോ ചെയ്യണം. ആശുപത്രിയിൽ നിന്ന് മാറ്റിയാൽ അണുബാധയ്ക്ക് സാധ്യതയുണ്ടെന്നും മെഡിക്കൽ ബോർഡ്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ BV നാഗേഷിന്റെ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതി നാളെ വിധി പറയും. കേസിൽ 13ാം പ്രതിയാണ് നാഗേഷ്. പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയ കൺസൾട്ടൻസിയുടെ മാനേജിംഗ് പാർട്ണറാണ് നാഗേഷ്. KB ഗണേഷ് കുമാറിന്റെ ഓഫീസ് സെക്രട്ടറി പ്രദീപ് കോട്ടാത്തലെ അറസ്റ്റിൽ. നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലാണ് നടപടി. ഇന്ന് പുലർച്ചെ 3 മണിയോടെ പത്തനാപുരത്തെ MLA ഓഫീസിൽ നിന്നാണ് പ്രദീപിനെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രദീപിനെ വൈകിട്ടോടെ കാസർഗോഡ് എത്തിക്കും. പ്രദീപ് കോട്ടാത്തലയെ ഓഫീസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെന്ന് KB ഗണേഷ് കുമാർ MLA. പരസ്യ പ്രതികരണത്തിനില്ലെന്നും MLA. പ്രദീപ് കൂലിക്കാരൻ മാത്രമെന്ന് മാപ്പുസാക്ഷിയായ വിപിൻ ലാൽ. സംഭവത്തിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണം. നടിയെ ആക്രമിച്ച കേസിൽ മൊഴി മാറ്റിപ്പറയാൻ സഹതടവുകാരൻ വിളിച്ചതായി സാക്ഷി ജിൻസൺ. ദിലീപിന് അനുകൂലമായി മൊഴി മാറ്റിപ്പറയാനാണ് ആവശ്യപ്പെട്ടത്. 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. ജീവന് ഭീഷണിയുണ്ട്. ഒരാഴ്ച മുമ്പ് ചിലർ വീട് ആക്രമിച്ച് തന്നെ വകവരുത്താൻ ശ്രമിച്ചിരുന്നുവെന്നും ജിൻസൺ പറഞ്ഞു. പൾസർ സുനിക്കൊപ്പം ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് ജിൻസൺ. ഗെയിൽ, ദേശീയപാത വികസനം എന്നിവ രാഷ്ട്രീയമായി കാണേണ്ടതല്ലെന്നും കെ സുരേന്ദ്രൻ. നല്ലത് പറയുന്നത് രാഷ്ട്രീയമായി കാണേണ്ടതില്ല. അതൊക്കെ നാട്ടിൽ നടപ്പാകേണ്ടതാണ്. വികസനത്തിന്റെ മറവിൽ കൊള്ളയടിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നും BJP സംസ്ഥാന പ്രസിഡന്റ്. തദ്ദേശ ഭരണ സ്ഥാപന ഓഡിറ്റിംഗ് ബോധപൂർവം നിർത്തിവച്ചിട്ടില്ലെന്ന് ഹൈക്കോടതി. ഓഡിറ്റിംഗ് നിർത്തിയതിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി കോടതി തീർപ്പാക്കി. ഓഡിറ്റിംഗ് നിർത്തിയത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നതിനാലാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ സ്ഥാന സംവരണ വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാരിന്റെ ആലോചന. ഇക്കാര്യത്തിൽ സർക്കാർ AGയുടെ നിയമോപദേശം തേടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും. വിധി നടപ്പാക്കിയാൽ അധ്യക്ഷ സംവരണം 50% താഴെയാകും എന്നാണ് വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ UDFന് അനുകൂല സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളം ഇന്നുവരെ കേൾക്കാത്ത ഗുരുതര അഴിമതി ആരോപണങ്ങളാണ് സർക്കാരിനെതിരെയുള്ളത്. അഴിമതിയുടെ കേന്ദ്രബിന്ദുവായി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും മാറിയെന്നും മുല്ലപ്പള്ളി. തെരഞ്ഞെടുപ്പ് NDAയും LDFും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. പിണറായി സർക്കാരിനെ നേരിടാൻ UDFന് കഴിയില്ല. ഏകബദൽ NDA എന്നും സുരേന്ദ്രൻ. BJPയിൽ ഉൾപാർട്ടി പ്രശ്നമില്ലെന്ന് കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാകും. ഒരു വിമത സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത പാർട്ടിയാണ് BJP എന്നും സംസ്ഥാന പ്രസിഡന്റ്. ശബരിമല ശാസ്താവിനെ മനസ്സിലോർത്ത് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യണമെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. BJP ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തിയ നുണപ്രചാരണങ്ങളുടെ കാലം കഴിഞ്ഞു. കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 60ഓളം പേർ BJPയുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ടെന്നും അബ്ദുള്ളക്കുട്ടി. തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനിടെ സ്ഥാനാർത്ഥിക്ക് വിവാഹം. കോട്ടയം മരവൻതുരത്ത് 15ാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി ലാവണ്യാണ് വിവാഹിതയായത്. മധുവിധു നീട്ടിവെച്ച് പ്രചാരണ തിരക്കിലായിരിക്കും ഇനിയെന്ന് വധൂവരൻ. ആലപ്പുഴ നഗരസഭയിൽ 2 വാർഡുകളിൽ LDFന് വിമതർ. തുമ്പോളി, വലിയകുളം വാർഡുകളിലാണ് വിമതർ കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത്. CPM അംഗങ്ങളാണ് 2 വാർഡുകളിലും വിമതരായി രംഗത്തുള്ളത്. UDF RMP സഖ്യത്തിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടി. വടകര ബ്ലോക്ക് പഞ്ചായത്ത് കല്ലാമല ഡിവിഷനിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കും. കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുക. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പിന്തുണയോടെയാണ് കോൺഗ്രസ് നീക്കമെന്ന് സൂചന. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. വികസന സുവനീർ വിതരണത്തിനായി കൊണ്ടുപോകുന്നു എന്നാരോപിച്ചാണ് ലോറി തടഞ്ഞത്. ആശുപത്രി ഡ്യൂട്ടിയെന്നെഴുതിയ ലോറി ഉപയോഗിച്ചുവെന്നാണ് ആരോപണം.
രോഗമുക്തി നിരക്ക് ഉയർന്നത് ജനങ്ങളുടെ അമിത ആത്മവിശ്വാസത്തിന് കാരണമായതായി പ്രധാനമന്ത്രി. സംസ്ഥാനങ്ങൾ പരിശോധന വർദ്ധിപ്പിക്കണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5% താഴെ നിർത്താനാണ് ശ്രമം. വാക്സിൻ വിതരണം, വില എന്നിവയിൽ ധാരണയായിട്ടില്ലെന്നും മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വിലയിരുത്തിയത് കോവിഡ് രൂക്ഷമായ 8 സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ. യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുത്തു. ഡൽഹി, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ഹരിയാന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും യോഗത്തിന്റെ ഭാഗമായി. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 37,975 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 480 പേരാണ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ചത്. 91,77,841 പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചു. ഇതിൽ 1,34,218 പേർ മരിച്ചു. ഡൽഹിയിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതിനാൽ അതീവ ജാഗ്രതയിൽ സമീപ സംസ്ഥാനങ്ങളും. ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് കോവിഡ് പരിശോധന വ്യാപകമാക്കി UP. ഗുരുഗ്രാമിലും ഫരീദാബാദിലും ഹരിയാനയുടെ കോവിഡ് പരിശോധന. ഡൽഹി, ഗുജറാത്ത്, ഗോവ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് RT-PCR പരിശോധനാ ഫലം നിർബന്ധമെന്ന് മഹാരാഷ്ട്ര. കോവിഡ് വ്യാപന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും നിയന്ത്രണങ്ങൾ കർശനമാക്കി UP സർക്കാർ. വിവാഹത്തിൽ 100 പേരിലധികം പങ്കെടുക്കരുത്. പ്രായമായവർക്കും അസുഖങ്ങളുള്ളവർക്കും ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവാദമില്ല. നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും കോളേജുകളും ഡിസംബർ 31 വരെ അടഞ്ഞുകിടക്കുമെന്ന് ഹിമാചൽ പ്രദേശ്. 4 ജില്ലകളിൽ രാത്രി കർഫ്യൂവും പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ ഡിസംബർ 15 വരെയാണ് കർഫ്യൂ. ഷിംല, മണ്ഡി, കാംഗ്ര, കുളു ജില്ലകളിൽ രാത്രി 8 മുതൽ രാവിലെ 6 വരെയാണ് നിയന്ത്രണം. ഓക്സ്ഫോർഡ് വാക്സിന്റെ ഇന്ത്യയിലെ അവസാനഘട്ട പരീക്ഷണവും പൂർത്തിയായി. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. നിയന്ത്രണ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചാൽ വാക്സിൻ ഡിസംബർ അവസാനമോ അടുത്ത വർഷം ആദ്യമോ പുറത്തിറങ്ങിയേക്കും. വാക്സിൻ 90% വിജയമാണെന്നും പാർശ്വഫലങ്ങളില്ലെന്നും ഓക്സ്ഫോർഡ് ശാസ്ത്രജ്ഞർ. ഇന്ത്യയിലെ വാക്സിൻ വിതരണത്തിന് തയ്യാറെന്ന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിനകം 4 കോടി ഡോസുകൾ തയ്യാറായിട്ടുണ്ട്. ജനുവരിയോടെ 10 കോടി ഡോസുകൾ തയ്യാറാകുമെന്നും ചീഫ് എക്സിക്യൂട്ടീവ് അറിയിച്ചു. ഇന്ത്യയിൽ വാക്സിൻ വിതരണം പൂർത്തിയാകാൻ 3 വർഷമെടുക്കുമെന്ന് വിലയിരുത്തൽ. എയിംസ് ഡയറക്ടർ രൺദീപ് ഗലേറിയയും ആരോഗ്യ വിദഗ്ധരായ ചന്ദ്രകാന്ത് ലഹാരിയയും ഗംഗാധർ കാമും ചേർന്ന് എഴുതിയ പുസ്തകത്തിലാണ് വിലയിരുത്തൽ. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിലധിഷ്ഠിത പരിശീലന കേന്ദ്രങ്ങൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവ നിയന്ത്രണങ്ങളോടെ തുറക്കാൻ അനുമതി. കമ്പ്യൂട്ടർ സെന്ററുകളും നൃത്തവിദ്യാലയങ്ങളും തുറക്കാം. ഹാളിൽ ഉൾക്കൊള്ളാവുന്നതിന്റെ 50% വിദ്യാർത്ഥികളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. 12ാം ക്ലാസ്സിലെ പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള തീയതി പ്രഖ്യാപിച്ചു എന്ന പ്രചാരണം വ്യാജമെന്ന് CBSE. ബോർഡ് പരീക്ഷകൾ ഉറപ്പായും നടക്കും. തീയതി വൈകാതെ പ്രഖ്യാപിക്കുമെന്നും ബോർഡ് സെക്രട്ടറി അനുരാഗ് ത്രിപാഠി. ചെലവിന് ആനുപാതികമായി മാത്രമേ CBSE സ്കൂളുകൾ ഫീസ് ഈടാക്കാവൂ എന്ന് വീണ്ടും ഹൈക്കോടതി. ഇക്കാര്യത്തിൽ സർക്കുലർ ഇറക്കാൻ CBSEക്കും സർക്കാരിനും നിർദ്ദേശം. സർക്കുലർ 2020-21 അധ്യയന വർഷത്തേക്ക് മാത്രം. മുംബൈയിലും താനെയിലും അടക്കം മഹാരാഷ്ട്രയിലെ 10ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. ശിവസേന MLA പ്രതാപ് സർനായിക് കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ് നടത്തിയത്. ശിവസേന മഹാരാഷ്ട്ര വക്താവാണ് പ്രതാപ് സർനായിക്. പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുള്ള പങ്കാളിയെ കണ്ടെത്താൻ അവകാശമുണ്ടെന്നും അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നും അലഹബാദ് ഹൈക്കോടതി. പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിനെതിരെയുള്ള പ്രവർത്തനം സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണം തന്നെയാണ്. ദമ്പതികളിൽ മുസ്ലിമിനെയോ ഹിന്ദുവിനെയോ കോടതി കാണുന്നില്ല എന്നും അലഹബാദ് ഹൈക്കോടതി. ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയിൽ തുടർവാദം ഈ മാസം 27-ന്. വിശദമായ വാദം എഴുതി സമർപ്പിക്കാൻ സമയം വേണമെന്ന് ബിനീഷിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. കേസ് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്നും നിലനിൽക്കുന്നതല്ലെന്നുമുള്ള വാദമാണ് ഇന്നും ബിനീഷിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നിവാർ ചുഴലിക്കാറ്റായി രൂപം പ്രാപിച്ചു. നാളെ ഉച്ചയ്ക്ക് ശേഷം കൽപ്പാക്കത്തിനും കോളമ്പാക്കത്തിനുമിടയിൽ കരതൊടുമെന്ന പ്രവചനം. ചെന്നൈയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ചുഴലിക്കാറ്റിന്റെ സ്ഥാനം. വടക്കൻ തമിഴ്നാട്ടിൽ വ്യാപക മഴ പെയ്യുമെന്ന പ്രവചനം. പലയിടത്തും ഇപ്പോൾ തന്നെ കനത്ത മഴ. തമിഴ്നാടും പുതുച്ചേരിയും അതീവ ജാഗ്രതയിൽ. തീരത്തു നിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളെ തിരിച്ചു വിളിച്ചു. ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കാനും നിർദ്ദേശിച്ചു.
നിവർ ചുഴലിക്കാറ്റ് ഭീതിയെ തുടർന്ന് തമിഴ്നാട്ടിലൂടെയുള്ള വിവിധ ട്രെയിനുകളുടെ നാളത്തെ സർവീസ് റദ്ദാക്കി 24 ട്രെയിനുകളാണ് റദ്ദാക്കിയത്. കൊല്ലത്ത് നിന്നും ചെന്നൈയിലേക്കും തിരിച്ചുമുള്ള അനന്തപുരി എക്സ്പ്രസ് റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിക്കില്ല. സഞ്ചാരപഥത്തിൽ കേരളമില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ബഹ്റൈൻ സന്ദർശനം തുടരുന്നു. UAE സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഇടയിൽ UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദുമായി ചർച്ച നടത്തും. 27-ന് വിദേശകാര്യമന്ത്രിയുടെ സെഷൻസ് സന്ദർശനവും ആരംഭിക്കും. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ കോവിഡ് ബാധിച്ച് മരിച്ചു. മണിലാൽ ഗാന്ധിയുടെ മകൻ സതീഷ് ദുബീലിയാണ് ദക്ഷിണാഫ്രിക്കയിൽ മരിച്ചത്. 66 വയസ്സായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. BSF ജവാനായിരുന്ന തേജ് ബഹാദൂർ നൽകിയ ഹർജിയാണ് തള്ളിയത്. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ, ജസ്റ്റിസ് AS ബൊപ്പണ്ണ, ജസ്റ്റിസ് R രാമസുബ്രഹ്മണ്യൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ലാബ്രഡോർ പട്ടിയെ DNA പരിശോധനയ്ക്ക് വിധേയനാക്കാൻ മധ്യപ്രദേശ് പോലീസ്. നടപടി ഉടമസ്ഥ തർക്കത്തെ തുടർന്ന് ജേർണലിസ്റ്റായ ഷബാദ് ഖാനും ABVP നേതാവായ കാർത്തിക് ശിവ ഹരയുമാണ് നായയുടെ ഉടമയാണ് എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയത്. നായയുടെ പിതാവെന്ന രേഖകളിലുള്ള നായയുമായി DNA ഒത്തുനോക്കും. രക്തസാമ്പിളുകൾ എടുത്തു എന്നും ഹൈദരാബാദിൽ അയച്ച് പരിശോധിക്കുമെന്നും പോലീസ്. 34 ആനകൾ റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഒഡീഷയിലെ തുരക്കേല റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് ഈ ആനക്കാഴ്ച. ആനക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. അമേരിക്കയിൽ ഒടുവിൽ അധികാര കൈമാറ്റത്തിന് സമ്മതം അറിയിച്ച് ഡൊണാൾഡ് ട്രംപ്. നടപടിക്രമങ്ങളുമായി പൊതുഭരണ വകുപ്പിന് മുന്നോട്ട് പോകാമെന്ന് ട്രംപിന്റെ ട്വീറ്റ്. അധികാര കൈമാറ്റവുമായി സഹകരിക്കണമെന്ന് അനുയായികളോട് ട്രംപിന്റെ ആഹ്വാനം. ചുമതല ഏറ്റെടുക്കാമെന്ന് ജോ ബൈഡനെ ഔദ്യോഗികമായി അറിയിച്ച പൊതുഭരണ വകുപ്പ്. മിഷിഗൺ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. $63 ലക്ഷം ബൈഡന്റെ ഓഫീസിന് അനുവദിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് അംഗങ്ങളെ പ്രഖ്യാപിച്ച് ബൈഡൻ. വിദേശകാര്യ ഉപദേഷ്ടാവ് ആന്റണി ബ്ലിങ്കൺ സ്റ്റേറ്റ് സെക്രട്ടറിയാകും. കറുത്ത വംശജ ലിൻഡ തോമസ് ആകും UN അമേരിക്കൻ പ്രതിനിധി. രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയും ജേക്ക് സള്ളിവൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമാകും. കാലാവസ്ഥാ വിഷയത്തിൽ ബൈഡന്റെ ദൂതനാകുക മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 14 ലക്ഷം കടന്നു. യൂറോപ്പിൽ 3000-ലധികം പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ മരിച്ചത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5.94 കോടി കടന്നു. ചൈന വീണ്ടും കോവിഡ് ജാഗ്രതയിൽ. 3 നഗരങ്ങളിൽ പ്രാദേശികമായി കോവിഡ് പടർന്നതിനെ തുടർന്നാണ് നടപടി. ലക്ഷക്കണക്കിന് പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതായി റിപ്പോർട്ട്. സ്കൂളുകൾ അടച്ചതായും കൂട്ടം കൂടൽ നിരോധിച്ചതായും അധികൃതർ. സൗദിയിലെ എല്ലാ താമസക്കാർക്കും സൗജന്യമായി COVID-19 വാക്സിൻ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപനം. 2021 അവസാനത്തോടെ 70% പേർക്കും വാക്സിൻ വിതരണം ചെയ്യാമെന്നാണ് പ്രതീക്ഷയെന്ന് ആരോഗ്യ മന്ത്രാലയം. സൗദിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 3.5 ലക്ഷത്തിലധികം കോവിഡ് കേസുകൾ. പാർട്ടിയിൽ മദ്യം തീർന്നതിനെ തുടർന്ന് സാനിറ്റൈസർ കുടിച്ച് റഷ്യയിൽ 7 പേർ മരിച്ചു. സ്ഥലത്ത് നിന്ന് 69% മെഥനോൾ ഉൾപ്പെട്ട 5 ലിറ്റർ സാനിറ്റൈസർ കണ്ടെത്തിയെന്ന് പോലീസ്. സംഭവം നടന്ന യഹൂദിയ മേഖലയിൽ മെഥനോൾ കലർന്ന സാനിറ്റൈസറുകൾ നിരോധിച്ചു. ഗായകൻ ബോബ് ഡയലന്റെ എഴുത്തുകൾ $4,95,000 ലേലത്തിൽ പോയി. പുറം ലോകം കാണാത്ത ഗാനങ്ങളുടെ വരികളും കത്തുകളും ഉൾപ്പെടെയാണ് ലേലത്തിൽ വെച്ചത്. ഡയലന്റെ സുഹൃത്തും സംഗീതജ്ഞനുമായ ടോണി ഗ്ലോവറിന്റെ ശേഖരത്തിലുള്ള സാധനങ്ങളാണ് വിറ്റുപോയത്. പട്ടിക്കുട്ടിയെ ചീങ്കണ്ണിയുടെ വായിൽ നിന്ന് രക്ഷിക്കുന്ന ഉടമയുടെ വീഡിയോ വൈറലാകുന്നു. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് സംഭവം. 24-കാരനായ റിച്ചാർഡ് ബിൻബാങ്ക്സ് ആണ് തന്റെ 3 മാസം പ്രായമുള്ള പട്ടിക്കുട്ടിയെ രക്ഷിക്കുന്നത്. CCTV ക്യാമറയിൽ പതിഞ്ഞ വീഡിയോയാണ് പ്രചരിക്കുന്നത്. ബിലഹരി സംവിധാനം ചെയ്യുന്ന ചിത്രം കുടുക്ക് 2025ന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. വ്യത്യസ്ത ലുക്കിലാണ് കൃഷ്ണശങ്കർ പോസ്റ്ററിലുള്ളത്. അള്ളു രാമചന്ദ്രന് ശേഷം ബിലഹരി സംവിധാനം ചെയ്യുന്ന ചിത്രം 2025ലെ കഥയാണ് പറയുന്നത്. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു. മോഹൻലാൽ നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് B. ഉണ്ണികൃഷ്ണൻ. ഉദയകൃഷ്ണയാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത്. ചിത്രീകരണം തുടങ്ങിയതിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് മോഹൻലാൽ.
വീണ്ടും ഗായികയായി മഞ്ജു വാര്യർ. ജാക്ക് ആൻഡ് ജിൽ എന്ന ചിത്രത്തിലാണ് മഞ്ജു പാടുന്നത്. വിവരം പങ്കുവച്ച് നടൻ പൃഥ്വിരാജ്. സോഹൻ സീനുലാൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന അൺലോക്ക് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ചെമ്പൻ വിനോദ്, ശ്രീനാഥ് ഭാസി, മമത മോഹൻദാസ് എന്നിവർ പ്രധാന വേഷത്തിൽ. പോസ്റ്റർ ഫേസ്ബുക്കിലൂടെ റിലീസ് ചെയ്തത് മമ്മൂട്ടി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന രോഹിത് ശർമ്മയും ഇശാന്ത് ശർമ്മയ്ക്കും ഓസ്ട്രേലിയയ്ക്കെതിരായ ആദ്യ 2 ടെസ്റ്റുകൾ നഷ്ടമാകും. ബംഗളൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ നിരീക്ഷണത്തിലാണ് ഇരുവരും.